നമ്മളെ വീട്ടിൽ ചേട്ടൻ്റെ കൂടെ കൂട്ടുകാരുടെ കൂടെ കളിച്ച് തുടങ്ങിയാണ്. അപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാരും വീട്ടുകാരും പറഞ്ഞ് കൊള്ളാം, നന്നായി കളിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു കോൺഫിഡൻസ്, പിന്നെ കളിക്കുമ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, കൂടെ കളിക്കുന്ന ആൾക്കാരുടെ ഇൻസ്പിറേഷനും. അപ്പോൾ അങ്ങനെ അങ്ങനെ കളിച്ച് 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 പിന്നെ ദൈവം സഹായിച്ച് ഇതുവരെ നന്നായിട്ട് പോകുന്നുണ്ട്. ഞാൻ എൻ്റെ ക്രിക്കറ്റിലോട്ട് നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര പ്രൗഡാണ്. ഞാൻ ഒരു 5 വർഷം മുന്നോട്ട് അല്ലെങ്കിൽ ഇപ്പോൾ 2 വർഷം മുന്നേ ഉള്ള സഞ്ജു സാംസൺ അല്ല ഇപ്പോൾ സഞ്ജു സാംസണായിട്ട് ക്രിക്കറ്ററായിട്ട് കളിക്കുന്നത്. അപ്പോൾ കുറേ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്, ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബെറ്റർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ക്രിക്കറ്റിലോട്ട് വളരെ സന്തോഷമുള്ള ഒരാളാണ്. അപ്പോൾ ക്രിക്കറ്റ് ഇല്ലെങ്കിൽ വേറെ ഒന്നും ലൈഫിൽ എന്ത് ചെയ്യുമെന്ന് നമ്മൾ ഇരുന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്കും ക്രിക്കറ്റ് ആണ് ലൈഫ്. അത് ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ക്രിക്കറ്റ് അല്ലായിരുന്നെങ്കിൽ എന്ത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ കുറേ ചോദിച്ചിട്ടുണ്ടാവും. ശരിക്കും ആലോചിച്ചിട്ടുണ്ടോ അതിനെ പറ്റി? ക്രിക്കറ്റ് ഇല്ലായിരുന്നെങ്കിൽ എന്ത്? ക്രിക്കറ്റ് ആണല്ലോ ഇപ്പോൾ ജീവനും ശ്വാസവും ഒക്കെ. ക്രിക്കറ്റ് ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു? അത് എൻ്റെ അച്ഛനമ്മയുടെ അടുത്ത് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യമാണ്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഡൽഹിയിൽ എവിടെയെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു ജോബ് ചെയ്ത് എവിടെയെങ്കിലും ഇരിക്കുമായിരുന്നു. നമ്മൾ ചെറുപ്പം ഡൽഹിയിലായിരുന്നു. അച്ഛൻ ഫുട്ബോളറായിരുന്നല്ലോ. അപ്പോൾ ചിലപ്പോൾ ഒരു ഫുട്ബോളറായി മാറായിരുന്നു, ചിലപ്പോൾ ഒരു ഡൽഹി പോലീസായി മാറായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഞാൻ പണ്ടൊക്കെ ഇന്റർവ്യൂവിലൊക്കെ പറയും ഒരു IPS ആയി മാറുമായിരുന്നു എന്നൊക്കെ. അപ്പോൾ കുറച്ച് വലുതായപ്പോഴാണ് മനസ്സിലായത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലെന്ന്. അപ്പോൾ ക്രിക്കറ്റ് തന്നെ കളിച്ച വലിയ സന്തോഷം. കുടുംബത്തിൽ നിന്ന് ഒരാളെന്ന് പറയുമ്പം ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ആഗ്രഹം ഏത് ടീം ഇട്ടാലും അതിൽ ഞങ്ങളുടെ പയ്യൻ വേണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാതെ വരുമ്പോൾ ഞാൻ ഇപ്പോൾ ഒരു റീസെൻറ്റ് പോസ്റ്റ് തന്നെ ബ്രദറിൻ്റെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു പോസ്റ്റിൻ്റെയൊക്കെ പുറകിൽ ഒരു സങ്കടമാണോ അതോ ദേഷ്യമാണോ അങ്ങനെ ഓപ്പർച്യൂണിറ്റി നമുക്ക് അങ്ങനെ ലഭിക്കാതെ വരുമ്പോൾ? അത് സങ്കടമല്ല. അത് ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യാറില്ല, ഒട്ടും റിയാക്ട് ചെയ്യാറില്ല. അപ്പോൾ ഞാനത് റിയാക്ട് ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് എന്നുള്ളൊരു ക്യാപ്ഷനാണ് ഇട്ടത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞാൽ ലൈഫ് നമുക്ക് പലതും ആഗ്രഹിക്കാം. നമുക്ക് ഇന്ന് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് നാളെ അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കാം, അല്ലെങ്കിൽ നാളെ അതായി മാറണമെന്ന് ആലോചിക്കാം. പക്ഷേ ലൈഫ് നമ്മുടെ പ്ലാൻ അനുസരിച്ച് പോകണമെന്നില്ല. സംടൈംസ് വി ഹാവ് ടു ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. നമുക്ക് ഇനി മുന്നോട്ട് പോവാം, ഇനി പോസിറ്റീവായിട്ട് അതിനെ കണ്ട് മുന്നോട്ട് പോകാം. ഞാൻ ആ രീതിയിൽ അതിൽ സങ്കടവും ദേഷ്യവും ഒന്നല്ല അതിന്റെ ബാക്കിൽ. അപ്പോൾ ഇത് ആദ്യമായിട്ടല്ലല്ലോ നമ്മൾ ഒരു ക്രിക്കറ്റ് ആകുമ്പോൾ, ഒരു കരിയർ ആകുമ്പോൾ, അല്ലെങ്കിൽ ബ്രോന്റെ തന്നെ കരിയർ ആകുമ്പോൾ വി വിൽ ഡെഫിനറ്റ്ലി ഗോ ത്രൂ ലോട്ട് ഓഫ് ചാലഞ്ചസ്. തീർച്ചയായിട്ടും നമുക്ക് പലതും വരും, പലതും നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കും, ഒരിക്കലും പോകുന്നില്ല. അപ്പോൾ അതാണല്ലോ ഒരു ലൈഫിന്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ, ഒരു ജ്യൂസ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അപ്പോൾ അതിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരു രസമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വിചാരിക്കുന്ന പോലെ നാളെ എല്ലാം നടന്നു തുടങ്ങിയാൽ പിന്നെ ഒരു ബോറായി മാറൂലേ. അപ്പോൾ ഒരു രസത്തിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഇമോഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇമോഷൻസിനെ നമ്മൾ എങ്ങനെ ഓൾട്ടർ ചെയ്യും? നമുക്ക് ദേഷ്യപ്പെടാം, ഡിസപ്പോയിൻറ്റഡ് ആവാം, നമുക്ക് കുറ്റം പറയാം. പക്ഷെ ഞാൻ ചെറിയ പ്രായത്തിൽ എൻ്റെ മുകളിൽ ഫോക്കസ് ചെയ്യാനാണ് ഇഷ്ടം. ഇപ്പോൾ നമ്മളൊരു റിസൾട്ട് ആഗ്രഹിച്ച റിസൾട്ട് വന്നില്ല, അപ്പം നമുക്ക് ഭയങ്കര നോർമലാണ്. നമ്മൾ അത് കാരണം എനിക്ക് വന്നില്ല, അല്ലെങ്കിൽ അയാൾ കാരണം വന്നില്ല, അല്ലെങ്കിൽ അവർ സിസ്റ്റത്തിന്, നമുക്ക് എല്ലാവരെയും പറയാം. പക്ഷെ എൻ്റെ ഒരു ശീലം ചെറുപ്പത്തിലെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും എനിക്ക് നടക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഏറ്റവും കൂടുതൽ പിൻ പോയിന്റ് എന്നെ തന്നെയാണ്. ഞാൻ എന്ത് കുറവ് ചെയ്തിട്ടാണ് എനിക്കത് കിട്ടാതെ പോയത്? ഞാൻ ഒരു 100 അടിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ 200 അടിക്കുന്നില്ല? എൻ്റെ ഫിറ്റ്നസ് ലെവൽ ഇതാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അതിനെ അപ്ഗ്രേഡ് ചെയ്യുന്നില്ല? അപ്പോൾ എപ്പോഴും ഞാൻ എന്നെ തന്നെയാണ് നോക്കുന്നത്. നീ എന്തുകൊണ്ട് അത് എത്തിയില്ല, എന്തുകൊണ്ട് ഇനി നമുക്ക് എന്തൊക്കെ ബെറ്റർ ആക്കാം? അപ്പോൾ ആ ഒരു ശീലം ചെറുപ്പത്തിലെ ക്രിക്കറ്റ് എന്നുള്ളൊരു സ്പോർട്സ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ലൈഫിൽ എന്തൊരു നെഗറ്റീവ് സംഭവം ഉണ്ടായാലും നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കണ്ട് നമ്മളെ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ നമ്മൾ കൺട്രോളെല്ലാം നമ്മുടെ കയ്യിലാണല്ലോ. അപ്പോൾ എനിക്കെപ്പോഴും ആ ഒരു ശീലമാണ് നല്ലത്. അപ്പോൾ അത് ഒരിക്കലും സങ്കടമോ ദേഷ്യമോ നല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ താഴെ ഇതും കൂടെ ബ്രാക്കറ്റിൽ ഇട്ടാൽ കൊള്ളായിരുന്നു. ഞാൻ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്ത്. അപ്പോൾ അത് അങ്ങനെ ഒരിക്കലും നെഗറ്റീവായിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. ലൈഫ് ഹാസ് ഗിവൻ യു ദിസ്, യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ. യെസ്. എന്നിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുക, കുറച്ചുകൂടെ പിന്നെ വലിയ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടി കാത്തിരിക്കുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളത്. ഉറപ്പായിട്ടും. ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ കരിയർ മുന്നോട്ട് പോകുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാ കളിയിലും സഞ്ജു സാംസൺ ഇറങ്ങണം, എല്ലാ കളിയിലും 100 അടിക്കണം. ഒരു ക്രിക്കറ്റ് ഒരു പ്ലെയർ എന്നുള്ള നിലയ്ക്ക് ആ ദിവസം ആണ് നമുക്ക് മാറ്റർ ആവുന്നുള്ളത് പലരും ആലോചിക്കുന്നത്. നമുക്ക് നമ്മുടെ പയ്യൻ എല്ലാ ദിവസവും 100 അടിക്കണം. അങ്ങനെ വരാതെ വരുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കോമന്റ്സ് കിട്ടും. അതിൽ നിന്നൊക്കെ ബൗൺസ് ബാക്ക് ചെയ്തൊരു നല്ലൊരു ഇന്നിങ്സ് വരുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ എന്തായാലും വരും. അങ്ങനെ വന്നതിൽ എന്തെങ്കിലും ഓർത്തിരിക്കുന്ന കോമന്റ്സ്, നല്ല കമന്റ്സ് ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ നല്ല ക്രിറ്റിസിസംസ് ആണെങ്കിലും ഓർമ്മയുണ്ടോ? ഉറപ്പായിട്ടും ക്രിറ്റിസിസം ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ ഞാൻ ഭാഗ്യം കൊണ്ട് തിരഞ്ഞെടുത്തത് ലോകത്തിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് സ്പോർട്ടാണ്. ഇന്ത്യയിലെ ഒരു റിലിജൻ എന്ന കണക്ക് കൂടുന്ന ക്രിക്കറ്റാണ്. ഇന്ത്യൻ ടീമിലെ ക്രിക്കറ്ററാണ് ഞാൻ. ലോകത്തിലെ ഏറ്റവും വലിയ ടീമിലെ ഒരു പ്ലെയറാണ്. അപ്പോൾ അത്രയും വലിയൊരു സ്റ്റേജ് നിൽക്കുമ്പോൾ ഭയങ്കര നോർമലാണ്, നമുക്ക് ക്രിറ്റിസിസം ഉണ്ടാവും,
നല്ല സൈഡും ഉണ്ടാവും ചീത്ത സൈഡും ഉണ്ടാവും. ഇതൊക്കെ ഭയങ്കര ഒരു നോർമലായിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് വരും. നമ്മൾ ചെറുപ്പത്തിൽ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അക്സെപ്റ്റൻസ് വന്ന് തുടങ്ങും. അന്ന് അറിയാതെ ചെയ്തു പോകും, വേറെ വഴിയില്ല. അപ്പോൾ അതിൽ എനിക്ക് പറയാനുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കും. കറക്റ്റ് കറക്റ്റ്. ഞാൻ പണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ വീട്ടിൽ ഔട്ടാവും. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് എല്ലാവരും സംസാരിക്കും. അപ്പോൾ ഔട്ടായ ഉടനെ അച്ഛനെ വിളിക്കുമ്പോൾ അച്ഛനാണ് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്നത്. പക്ഷെ ആ ദേഷ്യത്തിന്റെ ബാക്കിൽ ഞാൻ നന്നായിട്ട് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ബ്രോ പറഞ്ഞ പോലെ നാട്ടുകാരെ ഞാൻ എല്ലാ മാച്ചും 100 അടിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലുള്ള മലയാളികളും എല്ലാവരും, ഇന്ത്യയിലുള്ള എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ ആലോചിച്ച് എല്ലാവരും വൈകിട്ട് 8 മണിയാകുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് സഞ്ജു ഇന്ന് കളിക്കുന്നുണ്ട്, അന്ന് ഡിന്നറൊക്കെ ഫാമിലിയൊക്കെ എല്ലാവരും കൂട്ടുകാരെ കൂട്ടിയിരിക്കുമ്പോൾ സഞ്ജു ഫസ്റ്റ് ബോൾ ഔട്ട് ആവുമ്പോൾ ഉറപ്പായിട്ട് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ തങ്കപ്പറ്റക്കാരൻ ഇവനെ കൊണ്ട് വയ്യല്ലോ. ഉറപ്പായിട്ടും അങ്ങനെയല്ലേ വരത്തില്ലോ. അപ്പോൾ ഒരു നാച്ചുറൽ ഫ്രസ്ട്രേഷൻ ആണ്. അപ്പോൾ അതിനെ ഞാൻ നല്ലൊരു മൈൻഡ് സെറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അതിന് അവിടെ തന്നെ അങ്ങ് ഓക്കെ, അവർക്ക് എന്തോണം റിയാക്ട് ചെയ്യാം. അതിന്റെ ബാക്കിൽ പലതും കാണും. ചിലപ്പോൾ